ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുരിയച്ചൻ്റെ ഇടയിൽ പോകുന്നതാണ് കേട്ടോ പർപ്പസ്. കാരണം മാസാദ്യ വെള്ളിയാഴ്ചയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ദിവസമാണ് ഒരു ഔട്ടിങ് എന്നുള്ള രീതിയിൽ എല്ലായ്പ്പോഴും പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ റെഗുലർലി കാണുന്നവരൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബോയ്സ് വ്ലോഗ് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ ദേ കുരിയച്ചൻ്റെ നടയിൽ പോയി തിരിച്ച് ഞങ്ങൾ ഇതിനകത്ത് മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ജോക്കൂട്ടം ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ. എല്ലാ ആഴ്ചയിലും ഈ ഫോർട്ട് കൊച്ചി ബീച്ച്, ഈ കണ്ട ഫോർട്ട് കൊച്ചി ബീച്ച് പിന്നെയും കണ്ടാലും ഒരു രസമാണെന്നാണ് ജോക്കൂട്ടൻ പറയുന്നത്. നമ്മുടെ ഡാവിക്കുട്ടൻ ഉറക്കമായത് കേട്ടോ. അപ്പം ഞങ്ങളിത് ഈ പള്ളിയിൽ നിന്ന് പോകുന്ന വഴി ഡാഡിയുടെ ഓട്ടോയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളിത് ഒരു കടയിൽ കയറി. ഇത് നമ്മുടെ മട്ടാഞ്ചേരിയുടെ ഭാഗത്തുള്ള ഒരു കടയാണ് കേട്ടോ. ഏതാണെന്നൊന്നും കട അറിയില്ല. അപ്പോൾ ഡാഡി അതും ഇതൊക്കെ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിത് ഇവിടെ വന്ന് ഇറങ്ങി കേട്ടോ ഫോർട്ട് കൊച്ചിയിൽ. ഈ സമയത്ത് ഈ ഒരു ടൈമിങ്ങിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളെപ്പോഴും ഇരുട്ട് വീണ് കഴിയുമ്പോഴേ വരാറുള്ളൂ. ആ നേരെ ഡാഡി ഫ്രീ ആവുള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് വെട്ടമുള്ളപ്പോൾ ഡാഡിനെ വിളിച്ചിട്ട് വന്നാണ് കേട്ടോ. ഡാഡിക്ക് ഞങ്ങൾക്ക് ഓരോ കാഴ്ചകൾ കാണണം. ഇതൊക്കെ ഇപ്പോൾ ഇത് കമ്പോലയോ ചീനവലയാണ് കേട്ടോ. അത് അവിടെ ചേട്ടന്മാരിടുന്നത് ജോക്കൂട്ടൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഇത്രയും നാളെല്ലായ്പ്പോഴും ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാലും ഈ കാഴ്ചകളൊന്നും കാണാതെ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി ഇത് എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുന്ന കേട്ടോ. മമ്മി അതെന്താ കല്ലൊക്കെ പൊങ്ങി വരുന്നേ അങ്ങനെയൊക്കെ ചോദിച്ച് ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വെട്ടമുള്ളപ്പോൾ കാണിക്കാൻ പറ്റി കുഞ്ഞിനെ. അപ്പം വെട്ടമുള്ളപ്പോൾ പോകുമ്പോൾ നമുക്കൊരു വൈബാണ് കേട്ടോ. ഈ വെട്ടമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഈവനിങ് സമയം, ആ ഒരു സൺസെറ്റിൻ്റെ സമയത്തൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഡാവിക്കുട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. ആളിപ്പോൾ ഇത് പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ഞാനിതെവിടെയാണ് എന്നുള്ള ആലോചനയിലാണ് കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടൻ. അങ്ങനെ ഞങ്ങളതേ നടന്ന് കുറച്ചങ്ങോട്ട് മാറിയപ്പോഴേക്കും ഡാവിക്കുട്ടൻ ഇപ്പോൾ നമ്മുടെ ഫോണിലാണ് കേട്ടോ പിടുത്തം. ആർക്കെങ്കിലും ഫോൺ വന്നു കഴിഞ്ഞാൽ ഡാവിക്കുട്ടിൻ്റെ കൂടത്തില്ലെങ്കിൽ കരച്ചിലാണ്. അപ്പോൾ ദേ ഇവിടെ ഒരു ചെറിയൊരു ഒരു കടയുണ്ടായിരുന്നു ബീച്ചിൻ്റെ സൈഡിൽ. അപ്പോൾ ഞങ്ങളിതേ ജോക്കുട്ടൻ ചേട്ടായിക്ക് എന്തോ സ്പിന്നറോ എന്തോ വാങ്ങിച്ചു. നമ്മുടെ ഡാവിക്കുട്ടന് ദേ ഫോണും വാങ്ങിച്ചു. അപ്പോഴാണ് കേട്ടോ എല്ലാവരും ഭയങ്കര ആശ്ചര്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്, റെഗുലർലി നമുക്ക് വ്യൂ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഈ മറ്റേ സാധനങ്ങളൊക്കെ മറിഞ്ഞ് കപ്പലൊക്കെ മുങ്ങിയതിന് ശേഷം അവിടെ ജനങ്ങൾ തടിച്ചു കൂടുകയാണ്. ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ അത്ര ഇതുണ്ടാവില്ല, ഗുമ്മുണ്ടാവില്ല. നമുക്ക് ലൈവ് കണ്ടപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ സൈഡായിട്ട് കപ്പലിങ്ങനെ പോകുന്നത് കാണാൻ. ഇത് ചരക്കൊക്കെ കൊണ്ടുപോകുന്ന അതേപോലെ നമ്മുടെ ആ മറിഞ്ഞ കപ്പലില്ലേ, അതേപോലെ ഒരു ഇതായത് കൊണ്ടിട്ട് എല്ലാവരും ഈ സൈഡിൽ നിന്ന്, ഞാനൊരു സൈഡ് ഒതുങ്ങി ഇന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ഈ കപ്പലിൻ്റെത്. കാരണം അടുത്തുകൂടി പോകുന്ന കണക്കായിരുന്നു. അത്യാവശ്യം നല്ല വലിയ ഹെവി ആയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ലോഡിൻ്റെ ഒരു കപ്പലായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഈ നടപ്പ് അങ്ങേയറ്റം വരെ നടന്നു കേട്ടോ. അവസാനം ഡാഡി ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നമുക്കിരിക്കാം, എവിടെയെങ്കിലും പോയി ഇരിക്കാം, അല്ലെങ്കിൽ തിരിച്ചു പോകാം, കാരണം നടന്നു കഴിയുമ്പോഴേക്കൊരു വഴിയാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. അവസാനം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ആ കപ്പൽ കുറച്ച് ഇപ്പുറം ഇങ്ങോട്ട് മാറിയപ്പോൾ നിന്നെയും കാണിച്ചു തരികയാണ്. ആ സൺസെറ്റിൻ്റെ വൈബോട് കൂടി കപ്പലൊക്കെ പോകുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞ് നമുക്കൊന്ന് ഇങ്ങനെ ഇരുന്ന് കാണാനുള്ളൊരു കാഴ്ചകൾ തന്നെയുണ്ട് കേട്ടോ. ഒത്തിരി കാഴ്ചകളുണ്ട് കാണാൻ. അപ്പം ഞങ്ങളുടെ കണ്ണിൽ കൗതുകം എന്ന് തോന്നിയതാണ് നിങ്ങളെയും കാണിച്ച് ഞാൻ ഷൂട്ട് ചെയ്ത് തന്നത്. അപ്പം ഞാൻ ഡാവിക്കുട്ടനെ നോക്കുന്നുണ്ട്. ഡാവിക്കുട്ടൻ ഒന്നിനും കണ്ണെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആൾ കാഴ്ചകളിൽ കാണുകയാണ്. അപ്പോൾ ഡാഡി അവിടെ പോയിന്ന് എന്തൊക്കെയോ, ഡാഡിയും മോനും എന്തൊക്കെയോ പോയിന്ന് ജോക്കുട്ടൻ ചേട്ടായിക്ക് വായിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ കടലൊക്കെ കയറിയത് കൊണ്ട് നമുക്ക് തിട്ടയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്നൊക്കെ പ്ലാൻ ചെയ്താണ് വന്നത്. പക്ഷെ നല്ല തിരക്കല്ല കേട്ടോ, തിരയായിരുന്നു. അപ്പോഴത്തെ തിരയൊക്കെ നല്ല ആഞ്ഞ് വീശിയത് കാരണം ഞങ്ങൾ ഇറങ്ങിയില്ല. ഞങ്ങളൊരു സൈഡിലൊക്കെ ഇരുന്നു ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത്. അപ്പോൾ ഡാഡി ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് തരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡാഡീനെയും ഫ്രെയിമിൽ കൊള്ളിച്ച് വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഈ നടത്ത തന്നെയാണ് കേട്ടോ. ഒത്തിരി ആളുകൾ ഈ സമയത്തൊക്കെ വരുന്നുണ്ട്, വാക്കിങ്ങിനും അല്ലാതെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നടക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്രാവശ്യത്തെ പോക്ക് നല്ല രസമായിരുന്നു, നല്ല കാറ്റും വൈബായിരുന്നു.
അങ്ങനെ ഞങ്ങൾ കുറേ നേരം കിടന്നപ്പോൾ നമ്മുടെ ചേട്ടായി ഇത് ഞാൻ സ്ലോ മോഷൻ്റെ വീഡിയോ എടുത്താണ് കേട്ടോ. അയാൾ അറിഞ്ഞിട്ടില്ല, ആളവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്നു വർത്താനം പറഞ്ഞു. അവസാനം ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടാണ് കേട്ടോ റെഗുലർലി വീഡിയോസും കാര്യങ്ങളൊക്കെ വരാത്തത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് പാടില്ല, പനിയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഈ വീഡിയോക്കകത്ത് എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ടും ഞാനൊരു രസമല്ലേ എന്നൊക്കെ ഓർത്ത് പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് നടന്ന് ഇവിടം വരെ എത്തി. പകുതി ഓൾമോസ്റ്റ് ഈ ഒരു സൈഡിലൊക്കെ നിറച്ച ആളാണ്. ഡാവിക്കുട്ടൻ്റെ കടലിലേക്കുള്ള നോട്ടമാണ് കേട്ടോ രസം. ഡാവിക്കുട്ടൻ ഇങ്ങനെ ഈ വെട്ടമുള്ളപ്പം ഈ കടലൊക്കെ കണ്ടത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ പിന്നെ അപ്പോൾ അവസാനം ഞാൻ എടുക്കാണ്ടായപ്പോൾ എന്നെ അടിക്കും കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടൻ. ഇപ്പം 50 തല്ലുന്ന ഒരു മൂഡിലാണ് നമ്മുടെ ഡാവിക്കുട്ടൻ നടക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കണം. അപ്പോൾ എനിക്കൊരു രസം തോന്നിയിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് മുഖം വെച്ച് കൊടുക്കും കേട്ടോ, അമ്പാന്നും പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞാനും എനിക്ക് ഡാഡി കുറേ ഫോട്ടോസ്, ആ ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ എൻ്റെ കുട്ടികളെയും പിടിച്ച് ഡാഡിയായിട്ട്, ഞങ്ങൾക്ക് 4 പേർക്ക് ഒറ്റ ഫ്രെയിമിൽ ഫോട്ടോ എടുത്ത് തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഓരോരുത്തർ മാറി മാറി ഫോട്ടോ എടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ സൺസെറ്റൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഒരു വൈബിൽ കുറേ നേരം അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പിന്നെയും നടക്കാൻ തുടങ്ങി. അപ്പോൾ ജോക്കുട്ടൻ ചേട്ടായിയുടെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ഞങ്ങളിങ്ങനെ നടക്കും, കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ പനി ആയതുകൊണ്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഡാഡി അത് ആദ്യമേ പറഞ്ഞിട്ടാണ്. പിന്നെ ഈ ഒരു സാധനം കണ്ടു കേട്ടോ, ഫാമിലിയുടെ പേര് നമുക്കവിടുന്ന് എഴുതി ഒട്ടിച്ച് തരും വീട്ടിലുള്ളവർ. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഹാങ്ങിങ് ആയിട്ട്. പക്ഷെ ഞങ്ങളുടെ പേര് നോക്കിയിട്ട് 2 ബോയ്സ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ സൈഡ് എത്തി കേട്ടോ. നേരത്തെ വീഡിയോക്കകത്ത് കണ്ടപ്പോൾ ഒത്തിരി ദൂരം തോന്നിച്ച സ്ഥലമാണ്. നമ്മൾ ആ പാലത്തിൻ്റെ സൈഡിലെത്തി. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കാനുള്ള പ്ലാനിൽ ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഡാഡിയും മോനും കൂടി കപ്പലണ്ടിയൊക്കെ വാങ്ങിക്കാൻ പോയേക്കാണ് കേട്ടോ. അപ്പോൾ എന്നെ ജോക്കുട്ടൻ അത്ഭുതപ്പെടുത്തി കേട്ടോ. എപ്പോഴും ബീച്ചിൽ പോകുമ്പോൾ ഐസ്ക്രീം ഇല്ലാതെ, ബീച്ച് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം മസ്റ്റാണ്. പക്ഷേ ജോക്കുട്ടൻ ചേട്ടായി അതിനൊന്നും നിന്നില്ല കേട്ടോ. കപ്പലണ്ടി വാങ്ങിച്ചു കൊടുത്തപ്പോൾ സ്മൂത്തായിട്ട് കപ്പലണ്ടിയും വാങ്ങിച്ചു. കൊച്ചു വിചാരിച്ചിട്ടുണ്ടാവും ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് അർത്ഥമായിരിക്കും കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, മമ്മിക്ക് പനിയായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്താണ് ഐസ്ക്രീം ഇല്ല ബീച്ചിൽ പോയാന്ന്. അപ്പോൾ കപ്പലണ്ടിയിൽ ഓക്കെ ആയി കേട്ടോ. കപ്പലണ്ടിയൊക്കെ കഴിച്ച് ഞങ്ങൾ സൈഡിലൊക്കെ ഒരു സ്ഥലം കണ്ടെത്തി കുറേ നേരം അവിടെ ഇരുന്നു. കപ്പലണ്ടിയൊക്കെ കഴിച്ച് തീർത്തിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നൊരു പുറത്ത് പോക്കൽ വീഡിയോ, ഒരു ഈവനിങ് ഔട്ടിംഗ് ഡേ എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സിമ്പിൾ ഈവനിങ് ഡേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓടിപ്പോയി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആളുകളുണ്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളിത് ബീച്ചൊക്കെ കണ്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിള്ളേർക്ക് ഒരു ദിവസം കൊടുത്ത്, ഫോട്ടോച്ചി ഉള്ളവർ ഫോട്ടോച്ചി പോയി കാണുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ബീച്ച് എവിടെയാണുള്ളത് അവിടെ പോയി കുറച്ച് നേരം ഒരു ഈവനിങ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡ് ഫ്രഷ് ആകും കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.